ഫാൻസ് ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പം ഫാൻസ് ഫൈറ്റ്. ഫാൻസ് ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പം ഫാൻസ് ഫൈറ്റ്. അത് സ്വാഭാവികമായിട്ട് ഒരാൾ ഇപ്പോൾ മമ്മൂക്കാടെ ഫാൻസ് ആയാലും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഫാൻസ് ആയാലും, അതായത് ഫേവറേറ്റ് നടൻ ഇപ്പം മമ്മൂട്ടിയാണ് വെച്ചെങ്കിൽ മമ്മൂട്ടിയുടെ ഫാൻസ്, അല്ലെങ്കിൽ ഫേവറേറ്റ് നടൻ ലാലേട്ടനാണ് വെച്ചെങ്കിൽ ലാലേട്ടൻ്റെ, മോഹൻലാലാണെങ്കിൽ മോഹൻലാലിൻ്റെ ഫാൻസ്. അത് സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർക്ക് എന്താവും, ചെറിയൊരു അസൂയകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് അതിന് കവിഞ്ഞുള്ളൊരു എന്തില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളും ഉണ്ടാക്കാറില്ല. സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെട്ട താരത്തിന് നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് പൊക്കി പറയും. അതിപ്പോൾ മമ്മൂക്കാടെ ഫാൻസാണ് വെച്ചെങ്കിൽ ശരി, ലാലേട്ടൻ്റെ ഫാൻസാണെങ്കിൽ ശരി, അതായത് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന താരത്തിൻ്റെ സിനിമകൾ അവരെന്ത് ചെയ്യും, അത് ഇനിയിപ്പോൾ മോശം സിനിമയാണെങ്കിൽ പോലും എന്ത് ചെയ്യും, അത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് പൊക്കി പറയാൻ ശ്രമിക്കും. ഇപ്പോൾ മോശം സിനിമ ആണെച്ചെങ്കിലും അതെന്താ, അത് നല്ല സിനിമയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ലെവലിലേക്ക് പറയും. അതെന്തുകൊണ്ടാണ്, അത് അവരോടുള്ള ഒരു ആരാധന അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹം കാരണം കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ആരാധന സ്നേഹം ഇപ്പോൾ വൻ എന്ത് താരയുദ്ധം എന്നൊക്കെ പറയില്ല. അപ്പോൾ ആ ഒരു ഫാൻസ് ഫൈറ്റ് നടക്കാൻ വേണ്ടി പോകുന്നൊരു സാഹചര്യം ഇപ്പോൾ പാട്രിയോട്ട് റിലീസായി കഴിഞ്ഞാൽ, അതായത് ലാലേട്ടൻ്റെ റോള് കുറച്ച് അടിപൊളിയായി, അല്ലെങ്കിൽ മമ്മൂക്കാട് റോള് കുറച്ച് അടിപൊളിയായി, അപ്പോൾ ആ ലെവലിലേക്ക് എന്താവും, വൻ ഫാൻസ് ഫൈറ്റ് ഉണ്ടാവാൻ വേണ്ടി പോവാണ്. മലയാള സിനിമയിൽ ഇപ്പോൾ അടുത്തൊരു ഏകദേശം 10-12 കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഐറ്റംസുമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനത്തെ ഒരു താരയുദ്ധം അല്ലെങ്കിൽ താരമാമാങ്കമൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. കാരണം 2020 ശേഷം ലാലേട്ടനും മമ്മൂക്കയും വീണ്ടും ഒന്നിക്കുന്ന ഒരു അത്യപൂർവ ഒരു മലയാള സിനിമയാണ് പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമ. വമ്പൻ താരത്തിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫാൻസ് ഫൈറ്റ് എന്തായാലും ഉണ്ടാകും. അതായത് ഞാൻ മമ്മൂട്ടി ഫാനാണെന്ന് വെച്ചെങ്കിൽ ഞാൻ മമ്മൂക്കാനെ കൂടുതലായിട്ട് പൊക്കി പറയും, അല്ലെങ്കിൽ ഞാൻ ലാലേട്ടൻ്റെ ഫാനാണെന്ന് വെച്ചെങ്കിൽ ലാലേട്ടനെ പറ്റിയിട്ട് കൂടുതൽ പൊക്കി പറയും. അത് അവരോടുള്ള എന്താണ് വ്യക്തിപരമായ സ്നേഹത്തിൻ്റെ, അവരോടുള്ള ആ ഒരു ആരാധനയുടെ ഇത് കാരണം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അല്ലാണ്ട് അത് അവർ തമ്മിൽ മനഃപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്തില്ല, ഒരു ശത്രുതയോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ വമ്പൻ താരനിര അണിനിരക്കുന്ന പാട്രിയോട്ടിൽ എന്താവും, ഫാൻസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫാൻസ് ഫൈറ്റ് ഉണ്ടാവും, സ്വാഭാവികമാണ്. അതായത് ഫാൻസുകാർ ഇപ്പോൾ ലാലേട്ടൻ്റെ ഫാൻസായാലും മമ്മൂക്കയുടെ ഫാൻസായാലും തിയേറ്ററിൽ എന്താവും പൂരപ്പറമ്പാക്കും എന്നൊക്കെ പറയില്ല, അവർ തിയേറ്ററിൽ നിറഞ്ഞാടുമ്പോൾ അല്ലെങ്കിൽ പൂരപ്പറമ്പാക്കുമ്പോൾ ഫാൻസുകാർ എന്താവും അതിൽ തിയേറ്ററിൽ അഴിഞ്ഞാടുന്നൊക്കെ പറയില്ല. മമ്മൂക്കി ലാലേട്ടനും തിയേറ്ററിൽ നിറഞ്ഞാടുമ്പോൾ ഫാൻസുകാരെന്താക്കും തിയേറ്ററിൽ അഴിഞ്ഞാടും. അത് സ്വാഭാവികമാണ്, അതങ്ങനെയാണ്. അപ്പോൾ 300 കോടി 400 കോടിയൊക്കെ നേടാൻ വേണ്ടി പോകുന്ന ചരിത്ര മുഹൂർത്തത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വമ്പ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ ചരിത്രത്തിൽ മലയാളികൾ ഇന്ന് വരെ കാണാത്ത ഒരു റെക്കോർഡ് കളക്ഷനാണ് ഈ പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമ നേടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ത്രില്ലാണ് മൊത്തത്തിൽ മലയാളത്തിൽ ഇങ്ങനെ തിരി കൊളുത്തി കഴിഞ്ഞാൽ, മലയാളക്കരയിൽ ഇങ്ങനെ തിരി കൊളുത്തി കഴിഞ്ഞാൽ ടപ്പ് ഏതാണ്ട് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഭും 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 എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് അമിട്ടുകളൊക്കെ പൊട്ടില്ലേ. അപ്പോൾ ആ ലെവലിലേക്ക് പാട്രിയോട്ട് ഇങ്ങനെ എന്താ പറയുക, ലോക മലയാളികളിങ്ങനെ വാനോളം ഉയർത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ സിനിമ വൻ വിജയം ആക്കി മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഫാൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലാലേട്ടനെ പൊക്കി പറയണവരുണ്ടാവും, മമ്മൂക്കാനെ പൊക്കി പറയണവരുണ്ടാവും, അങ്ങനെ അങ്ങോട്ടൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അത് അവരുടെ സന്തോഷത്തിൻ്റെ, അവരുടെ സ്നേഹപ്രകടനമാണ്. അപ്പോൾ അത് എന്താവും ഈ സിനിമയിൽ കൂടുതലായിട്ട് പ്രതിഫലിക്കും. ആരിപ്പോൾ 100 കോടി നേടിയാലും 200 കോടി നേടിയാലും 300 കോടി നേടിക്കഴിഞ്ഞാലും സിനിമയുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പാട്രിയോട്ടിൻ്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ എന്താവും സംഭവമായി മാറും. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.